ഹായ് എവരിവൺ, നമസ്കാരം എല്ലാവർക്കും. ഈ ഒരു വീഡിയോ സെഷനിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സിലെ വളരെ പ്രധാനപ്പെട്ട ബിൽ ഓഫ് എക്സ്ചേഞ്ച് നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രോമിസറി നോട്ടുമായിട്ടുള്ള അതിൻ്റെ ഒരു കമ്പാരിസൺ നമ്മൾ അതേ വീഡിയോയിൽ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ വീഡിയോ സെഷനിലെ ബിൽ ഓഫ് എക്സ്ചേഞ്ചിന്റെ ഡിഫറെന്റ് ടൈപ്സ് ആണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. 11 ടൈപ്പ് ബിൽ ഓഫ് എക്സ്ചേഞ്ചുകളെ കുറിച്ച് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. എല്ലാവരും ഈ വീഡിയോയുടെ അവസാനം വരെ വളരെ ശ്രദ്ധാപൂർവം കാണുകയും ആവശ്യമായിട്ടുള്ള നോട്ടുകളൊക്കെ പ്രിപ്പയർ ചെയ്യുകയും ചെയ്യണം. എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഡിയർ സ്റ്റുഡൻസ്, നമ്മളിവിടെ ആദ്യത്തെ ടൈപ്പ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഇവിടെ പറയുന്നത് ഡോക്യുമെന്ററി ബില്ലാണ്. ഡോക്യുമെന്ററി ബില്ല് എന്ന് പറഞ്ഞെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ചിന്റെ കൂടെ ആ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡ്രോ ചെയ്തിരിക്കുന്ന ഏത് ട്രാൻസാക്ഷന്റെ ബേസിലാണോ ആ ട്രാൻസാക്ഷന്റെ ഓതന്റിസിറ്റി കൺഫേം ചെയ്യുന്ന ഡോക്യുമെന്റ്സ്, സപ്പോർട്ടിങ് ഡോക്യുമെന്റ്സ് അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ബിൽ ഓഫ് എക്സ്ചേഞ്ചിനെ നമ്മൾ ഡോക്യുമെന്ററി ബില്ല് എന്നാണ് പറയാം. ബിൽ ഓഫ് എക്സ്ചേഞ്ച് which has the supporting documents confirming the authenticity of the transaction or trade which has occurred between the buyer and the seller. അതിനെയാണ് നമ്മൾ ഡോക്യുമെന്ററി ബില്ല് എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത് ക്ലീൻ ബില്ലാണ്. ക്ലീൻ ബില്ല് എന്ന് പറഞ്ഞാൽ ഡോക്യുമെന്ററി ബില്ലിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ബില്ല് തന്നെയാണ്. അതായത് ഒരു ഡോക്യുമെന്ററി എവിഡൻസും അറ്റാച്ച് ചെയ്യാത്ത ബില്ലുകളെയാണ് നമ്മൾ ക്ലീൻ ബിൽ എന്ന് പറയാം. എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഓർ എ ബിൽ വിച്ച് ഡസന്റ് കണ്ടെയ്ൻ എനി ഡോക്യുമെന്റ് ഓഫ് എവിഡൻസ് ഈസ് നോൺ ആസ് എ ക്ലീൻ ബിൽ. ദീസ് ബിൽസ് ഹാവ് എ ഹയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ദാൻ അതർ ബിൽസ് വിത്ത് ഡോക്യുമെന്റ്സ്. അതായത് ഡോക്യുമെന്റ്സ് അറ്റാച്ച് ചെയ്തിട്ടുള്ള ബില്ലുകളെക്കാളും ഡോക്യുമെന്ററി ബില്ലുകളെക്കാളും ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചുകൂടി ഹയർ ആയിരിക്കും ഇത്തരത്തിലുള്ള ബില്ലുകൾ. കാരണം നോ ഇൻവോൾവ്ഡ് ഡോക്യുമെന്റ്സ് ആർ അവൈലബിൾ ഹിയർ. ഇതിന്റെ കൂടെ ഡോക്യുമെന്റ്സ് ഒന്നും അറ്റാച്ച് ചെയ്യാത്തതുകൊണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് ഹയർ ആയിരിക്കും എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കാം. മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ബില്ലായിട്ട് നമ്മൾ പറയുന്നത് യൂസൻസ് ബിൽ ഓർ ടൈം ബില്ലാണ്. ആ പേരിൽ തന്നെ ഉള്ളതുപോലെ ബിൽ പേയ്മെന്റിന്റെ ടൈം സ്പെസിഫൈ ചെയ്തിട്ടുള്ള ബില്ലിനെയാണ് നമ്മൾ യൂസൻസ് ബിൽ ഓർ ടൈം ബിൽ എന്ന് പറയുന്നത്. യൂസൻസ് ബിൽസ് ഈസ് ആൾസോ നോൺ ആസ് time bill because the time for the bill's payment is specifically mentioned on it. It is viewed as a time-bound bill as it mentions specific time and period on it. ആ ബില്ലിന്റെ മുകളിൽ ആ ടൈം അല്ലെങ്കിൽ അതിന്റെ ആ ബില്ലിന്റെ പീരിയഡ് സ്പെസിഫൈ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിനൊരു ടൈം ബൗണ്ട് ബില്ലായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. നാലാമത്തെ ടൈപ്പ് ഓഫ് ബില്ല് നമ്മൾ പറയുന്നത് ഡിമാൻഡ് ബില്ലാണ്. ജസ്റ്റ് ഓപ്പോസിറ്റ് ഓഫ് ദി ടൈം ബില്ലാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഡിമാൻഡ് ബില്ലിൽ ഒരു സ്പെസിഫൈഡ് പീരിയഡോ ടൈമോ മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ സൈറ്റ് ബിൽ എന്നും പറയാറുണ്ട്. സൈറ്റ് ബിൽ SIGHT. ആ ഒരു പേരത് ഉണ്ടാവാനുള്ള കാരണം എപ്പോഴാണോ അത് സബ്മിറ്റ് ചെയ്യുന്നത്, പ്രസന്റ് ചെയ്യുന്നത്, ആ സമയത്ത് അതിന്റെ പേയ്മെന്റ് നടത്തുന്നതുകൊണ്ടാണ്. ഡിമാൻഡ് ബിൽ ഈസ് പേയബിൾ ഓൺ ഡിമാൻഡ് ഓർ വെൻ ഇറ്റ് ഈസ് പ്രസന്റഡ് അറ്റ് ദ സൈറ്റ്. എപ്പോഴാണോ അത് പ്രസന്റ് ചെയ്യുന്നത്, പേയ്മെന്റിന് വേണ്ടി പ്രസന്റ് ചെയ്യുന്ന ടൈമിൽ അതിന്റെ പേയ്മെന്റ് നടത്തുന്നു. അതുകൊണ്ടാണ് ഇതിന്റെ ഡിമാൻഡ് ബിൽ എന്ന് പറയുന്നത്. ദ ബിൽ ഹാസ് നോ പെർട്ടിക്കുലർലി മെൻഷൻ ഡ്യൂ ഡേറ്റ് ഓർ ടൈം ഫോർ ദ പേയ്മെന്റ്. ആ പേയ്മെന്റിന്റെ ടൈമോ ഡ്യൂ ഡേറ്റോ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല. സോ ദ ഡെപ്റ്റർ ക്യാൻ മേക്ക് ദ ബിൽസ് പേയ്മെന്റ് വെൻ ഇറ്റ് ഈസ് പ്രസന്റഡ്. അതുകൊണ്ട് തന്നെ ഡെപ്റ്റർ എപ്പോഴാണോ ഈ ബില്ല് പേയ്മെന്റിന് വേണ്ടിയിട്ട് സബ്മിറ്റ് ചെയ്യുന്നത് ആ സമയത്ത് ഡെപ്റ്റർ അതിന്റെ പേയ്മെന്റ് നടത്തുകയാണ് ചെയ്യുക. നെക്സ്റ്റ് ഒരു ബില്ലായിട്ട് നമ്മൾ ഇവിടെ പറയുന്നത് ഇൻലാൻഡ് ബില്ലാണ്. ഇൻലാൻഡ് ബില്ല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൺട്രിയിലുള്ള ഒരു ക്രെഡിറ്റർ ഡ്രോ ചെയ്ത് അതേ കൺട്രിയിൽ നിന്നുള്ള ഒരു ഡെപ്റ്റർ പേ ചെയ്യേണ്ട ഒരു ബില്ലാണ്. ദാറ്റ് ഈസ് ദ ബിൽ ഡ്രോൺ ബിറ്റ്വീൻ ടു പാർട്ടീസ് റിസൈഡിങ് ഓർ ലൊക്കേറ്റഡ് ഇൻ ദി സെയിം കൺട്രി and payable also in that same country is known as inland bills. ഇന്ത്യയിലുള്ള ഒരാളാണെന്ന് വിചാരിക്കുക, ഇന്ത്യയിലുള്ള ഒരു ക്രെഡിറ്റർ ഡ്രോ ചെയ്ത ഒരു ബില്ല് ഇന്ത്യയിൽ നിന്നുള്ള ഒരു ഡെപ്റ്റർ ആണ് അതിന്റെ പേയ്മെന്റ്, അതിന്റെ ഡ്രോയിങ് ആയിട്ടുള്ളത് എങ്കിൽ
അത് നമ്മുടെ ഇൻലാൻഡ് ബിൽ എന്നാണ് പറയുക. നെക്സ്റ്റ് നമ്മളിവിടെ പറയുന്നത് ഫോറിൻ ബില്ലാണ്, ജസ്റ്റ് ഓപ്പോസിറ്റ് ഓഫ് ഇൻലാൻഡ് ബിൽ. അതായത് the bill drawn between two parties residing or located in two different countries is known as foreign bills. രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള കൺട്രീസിലുള്ള, അപ്പൊ ഇന്ത്യയിലും വേറെ ഏതെങ്കിലും ഒരു ഫോറിൻ കൺട്രിയിലുള്ള ഒരാൾ തമ്മിലുള്ള ഒരു ബിൽ എക്സ്ചേഞ്ച് ആണ് വെച്ചാല് അതിനെ നമ്മൾ ഫോറിൻ ബിൽ എന്നാണ് പറയുക. ഫോർ ഇൻസ്റ്റൻസ്, എ ബിൽ ഇസ് ഡ്രോൺ ഇൻ ദി USA ആൻഡ് ദ ബയർ ലിവ്സ് ഇൻ ദി UK. ഇവിടെ ബയർ ഉള്ളത് അഥവാ ഡ്രോയി ഉള്ളത് UK-ലാണ്, ഡ്രോയർ ഉള്ളത് USA-ലാണ്. സോ ദ ബിൽ വിൽ ബി പേയബിൾ ഇൻ ദി UK-ലായിരിക്കും അത് പേയബിൾ ആവുക. ഇറ്റ് ഈസ് ദ ഓപ്പോസിറ്റ് ഓഫ് ഇൻലാൻഡ് ബിൽ. നെക്സ്റ്റ് ഒരു ടൈപ്പ് ബില്ലായിട്ട് നമ്മൾ പറയുന്നത് ട്രേഡ് ബില്ലാണ്. ട്രേഡ് ബിൽ എന്ന് പറഞ്ഞാൽ ട്രേഡ് ഓർഡർ ട്രാൻസാക്ഷനുകളിൽ ഡ്രോ ചെയ്യപ്പെടുന്ന ബില്ലാണ്. ബിൽ ഡ്രോൺ ഫോർ ദി ട്രാൻസാക്ഷൻ ഓഫ് ട്രേഡ് ഓർഡർ. അതായത് ഈ ബില്ല് കോമൺലി യൂസ് ഇൻ ഇന്റർനാഷണൽ ട്രേഡിങ്ങിലാണ് ഇത്തരത്തിലുള്ള ട്രേഡ് ബില്ലുകൾ ധാരാളമായിട്ട് ഉപയോഗിക്കാറുള്ളത്. നെക്സ്റ്റ് ഏതാണ്ട് ഒരു ട്രേഡ് ബില്ലിന്റെ ഒരു ഓപ്പോസിറ്റ് ആയിട്ട് പറയാവുന്ന ഒരു ബില്ലാണ് അക്കമഡേഷൻ ബിൽ എന്ന് പറയുന്നത്. അക്കമഡേഷൻ ബില്ലിന് നമ്മൾ ഇവിടെ ഒരു മ്യൂച്വൽ ഹെൽപ്പിന് വേണ്ടിയിട്ട്, ട്രേഡിങ്ങിന്റെ ഭാഗമൊന്നും അല്ലാതെ ജസ്റ്റ് ഒരു മ്യൂച്വൽ ഹെൽപ്പിന്റെ ഭാഗമായിട്ട് ആക്സെപ്റ്റ് ചെയ്യപ്പെടുന്ന ബില്ലുകളാണ്. വേറെ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് ഡ്രോൺ ആൻഡ് ആക്സെപ്റ്റഡ് for mutual help. It is called accommodation bill. This bill is for mutual benefit without a trade transaction. ട്രേഡ് ട്രാൻസാക്ഷൻ ഒന്നും അല്ല, അതൊന്നും അല്ലാതെ മ്യൂച്വൽ ആയിട്ട് അവർക്ക് എന്തെങ്കിലും ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ഡ്രോ ചെയ്യപ്പെടുന്ന ബില്ലുകളാണ് അക്കമഡേഷൻ ബിൽ എന്ന് പറയുന്നത്. ഇറ്റ് ഡസ് നോട്ട് ഇൻവോൾവ് എ സെയിൽ ഓർ പർച്ചേസ് ഓഫ് എനി ഗുഡ്സ് ഓർ സർവീസസ്. ഇതിനകത്ത് പർച്ചേസോ സെയിലോ ഒന്നും നടക്കില്ല. പകരം ഒരാൾക്ക് ഒരു ബില്ല് ഡ്രോ ചെയ്താൽ അയാൾക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ട്, രണ്ട് പാർട്ടീസും എന്തെങ്കിലും പ്രയോജനം ഉണ്ടെങ്കിൽ അവര് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പേരിൽ ആക്സെപ്റ്റ് ചെയ്യുന്ന ബില്ലുകളെയാണ് നമ്മൾ അക്കമഡേഷൻ ബിൽ എന്ന് പറയുക. ഹൗസ് ബിൽ എന്ന് ഇതിനെ പറയാറുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്ന ഒരു ബില്ല് എന്ന് പറയുന്നത് സപ്ലൈ ബില്ലാണ്. സപ്ലൈ ബിൽ എന്ന് പറഞ്ഞാൽ സാധാരണ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളുടെ പേരിൽ സപ്ലയേഴ്സും കോൺട്രാക്ടേഴ്സും ഒക്കെ ഡ്രോ ചെയ്യുന്ന ബില്ലുകളാണ്. അതായത് നമുക്ക് ഫിനാൻഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും എയ്ഡ് ഒക്കെ ഫിനാൻഷ്യൽ ബാങ്കുകളിൽ നിന്നൊക്കെ കിട്ടാനൊക്കെ വേണ്ടി ഈ ഒരു ബില്ല് ഉപയോഗിക്കാൻ പറ്റും. അത് ഈ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് സപ്ലൈ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പേയ്മെന്റ് കുറച്ച് ഡിലേ ആയിട്ട് കിട്ടുള്ളൂ. അപ്പൊ ആ ഡിലേ വരുന്ന സമയത്ത് ആ പെൻഡിങ് എമൗണ്ട് റിക്കവർ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അതിന്റെ ഒരു ഫിനാൻഷ്യൽ നീഡ് ഉണ്ടാകുന്ന സമയത്ത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് എന്തെങ്കിലും അഡ്വാൻസസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ബില്ല് ഉപയോഗിക്കുക. എ ബിൽ ഡ്രോൺ ബൈ എ സപ്ലയർ or contractor on a government department for supplies made to them is called supply bill. Then it is drawn to obtain cash advances from financial institutions to meet financial needs due to pending payment from government departments. മറ്റൊരു ടൈപ്പ് ഓഫ് ബില്ല് നമ്മൾ പറയുന്നത് ഫിക്ടീഷ്യസ് ബില്ലാണ്. ബോത്ത് ദ പാർട്ടീസ് ആർ ഫിക്ടീഷ്യസ്. ഡ്രോയറും ഡ്രോയും ഒക്കെ ഫിക്ടീഷ്യസ് ആയിരിക്കും, ഇമാജിനറി ആയിരിക്കും. എ ബിൽ വേർ the name of the drawer or the name of the drawee or both are imaginary or fictitious is called fictitious bill. These bills are not good bills and are unenforceable by law. നിയമപ്രകാരം എൻഫോഴ്സ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ബില്ലുകളാണ് ഫിക്ടീഷ്യസ് ബില്ലുകളൊക്കെ. കാരണം അതിൽ ബോത്ത് ദ പാർട്ടീസ്, ഡോയുടെയും നെയിം ഇല്ല, ഫിക്ടീഷ്യസ് ആയിട്ടുള്ള ബില്ലാണ്. ചില പ്രത്യേക പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ബില്ലുകൾ ഡ്രോ ചെയ്യാറുള്ളത്. നമുക്ക് ലാസ്റ്റ് ഒരു ടൈപ്പ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആയിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഹുണ്ടീസ് ആണ്. നമുക്കറിയാം ഇന്ത്യയിൽ ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ള ഒരു തരത്തിലുള്ള ഫിനാൻഷ്യൽ അറേഞ്ച്മെന്റ് ആണ് ഈ ഹുണ്ടീസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഹുണ്ടീസ് ആർ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഓർ പ്രോമിസറി നോട്ട്സ് വിച്ച് ആർ നാറ്റീവ് ഇൻ നാച്ചർ. അതൊരു പ്രാദേശികമായിട്ടൊക്കെ ഉള്ള ഒരു ഫിനാൻഷ്യൽ അറേഞ്ച്മെന്റ് ആണ്. ആൻഡ് ആർ ജനറലി യൂസ്ഡ് ഫോർ ഇൻലാൻഡ് ട്രേഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഫിനാൻസിങ്. സാധാരണ കൃഷിക്കാരും കച്ചവടക്കാരൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള അറേഞ്ച്മെന്റ് ആണ്. ദീസ് ആർ പോപ്പുലർ എമംഗ് ട്രേഡേഴ്സ് ഇൻ ഇന്ത്യ ബിക്കോസ് ഹുണ്ടീസ് ഒറിജിൻ ഈസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റം എന്നുള്ള രീതിയിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള, ഇന്ത്യൻ ട്രേഡേഴ്സിന്റെ ഇടയിൽ പോപ്പുലർ ആയിട്ടുള്ള ഒരു രീതിയാണ്. ഇതിന് ലീഗൽ ആയിട്ടുള്ള ഒരു എൻഫോഴ്സബിലിറ്റി നേരത്തെ തന്നെ ഉണ്ടായിരുന്നില്ല. ബിൽ ഓഫ് എക്സ്ചേഞ്ചിന്റെ ഒരു പരിധിയിൽ വരുന്നത് കൊണ്ട്
അതിന്റെ ടൈപ്പിൽ ഇൻഡേഴ്സ് കൂടി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ടൈപ്സ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. നിങ്ങൾ ഈ വീഡിയോ വളരെ ശ്രദ്ധാപൂർവ്വം കണ്ടതിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ഒരു ചാനൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു വെരി മച്ച്.